Good afternoon, sir. Afternoon, sir. Good afternoon, sir. Good afternoon, sir. Okay, Kirti, Soji, Vidya, Tansia, Bismi, good afternoon. Good afternoon, sir. Sharanya Mohan, good afternoon. Okay, Tansia. Good afternoon. Bye. Bye. ഓനില്ല സാർ, നിങ്ങളെ കണ്ടാ ബായ് പറയണം. വേറെ ആരെ കാണുമ്പോഴില്ല, നിങ്ങളെ കാണുമ്പോ ബായ്. യെസ്, അതാണത്. പിള്ളേരൊക്കെ നമ്മളോട് ഭയങ്കര അട്രാക്ഷൻ ആണ്. ഈ 14 കുട്ടികൾ പറയും ക്ലാസ് വിട്ട് കഴിഞ്ഞ് അവരുടെ മക്കൾ വന്നു കഴിയുമ്പോ ആദ്യം ചോദിക്കും, ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു അമ്മേ? അപ്പൊ അമ്മ പറയും, ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു. അമ്മക്ക് വലിയ കുട്ടി കിട്ടിയ അപ്പൊ അമ്മ പറയും, ഇന്ന് കിട്ടിയില്ല. അപ്പൊ എന്നെ ചീത്ത കൊടുക്കരുത്. അത് കിട്ടൂലേ, ചോദിക്കണ്ടേ, പറയണ്ടേ ഇതൊക്കെ പറഞ്ഞിട്ട് വെരി ഗുഡ് കിട്ടിയെന്ന് പറയുമ്പോ ഓക്കെ പറയുന്നത്. യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. യെസ്, ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? 33 ആയല്ലേ? ഓക്കെ വിദ്യ. അവിടെ മഴയൊക്കെ ഉണ്ടോ സർ? ഓക്കെ, മഴയൊന്നുമില്ല മകളെ, നല്ല ചൂടാണ്. പിന്നെ ഒരു 11 മണിയായപ്പോ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു. ഇവിടെ നല്ല മഴയാ. ഇവിടെ നല്ല മഴയാണ്. അതെ, സോജിന്റെ താരം എവിടെയാണ്? കൊട്ടാരക്കര. യെസ്, കൊട്ടാരക്കര. പണ്ട് നിലമേല് പോകുമ്പോ കൊട്ടാരക്കര വഴിയാണ് പോവാറ്. കൊട്ടാരക്കര വാളകം എന്ന് പറയും സാർ. വാളകം വഴിയായിരിക്കും പോകുന്നത്. വാളകം. നിലമേൽ ഇറങ്ങും. അത് കഴിഞ്ഞ അവിടുത്തെ ഞാൻ അവിടെ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ചോഴിയക്കോട് ആ വഴിക്കാണ് കയറി പോണെ. നിലമേൽ സ്റ്റോപ്പിൽ ഇറങ്ങാറ്. അരിപ്പ പോയിരുന്ന അവിടെയാണ്. അരിപ്പ എന്ന സ്ഥലമില്ല അവിടെ? അരിപ്പ ഉണ്ടെന്ന് തോന്നുന്നു സാർ, കേട്ടിട്ടുണ്ട്. പ്രത്യേകതയുണ്ട്. നടുക്ക് റോഡിന്റെ അപ്പുറം തിരുവനന്തപുരം ജില്ല, ഇപ്പുറം കൊല്ലം ജില്ല. റോഡിന്റെ അപ്പുറത്ത് തിരുവനന്തപുരം, റോഡിന്റെ അപ്പുറം തിരുവനന്തപുരം. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു പ്രാവശ്യം ഞാൻ അവരുടെ അമ്പലത്തില് ഒരു ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ തമാശക്കൊണ്ട് കൊല്ലം ജില്ലയിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചപ്പോൾ ഈ റോഡിന്റെ അപ്പുറത്ത് തിരുവനന്തപുരം ജില്ലയും ഇപ്പുറത്ത് കൊല്ലം ജില്ലയുമാണ്. കൊട്ടാരക്കരയൊക്കെ മഴ പെയ്യാണ് അല്ലേ? ഒരുപക്ഷെ അവിടെ നിങ്ങൾ മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ മഴയുണ്ട് സാർ. ഓക്കെ, വേറെയുടെ നാട് എവിടെയാണ്? തിരുവനന്തപുരം. കുഴപ്പമില്ല, കൊട്ടാരക്കര തിരുവനന്തപുരം അടുത്തടുത്തല്ലേ? ഒറ്റ റോട്ടില്ലേ? ഹായ്. 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 ഹായ് പറഞ്ഞു. യെസ്, സ്റ്റാർട്ട്. നമുക്ക് ആരംഭിക്കല്ലേ? ആരാണ് ഇന്നത്തെ പ്രയർ? ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? പ്രേയർ ഞാനല്ല സാർ. ഓക്കെ സോജി. യെസ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സദന നിവാരണ കനിവിനുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.
സോജി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സോജിയുടെ ശബ്ദം നല്ല ഡെപ്തുള്ള വോയിസ് ആണ്. താങ്ക് യു സാർ. യെസ്. ഇതിന്റെ ഒരു കഥ ഞാൻ പിന്നീട് പറയട്ടെ. യെസ്. ഓക്കെ, ലാസ്റ്റ് പറയാം. ഡെപ്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് സൈനിങ് ആണ് sir. Yes. I would like to cordially invite Job sir and all my friends to join our English class today. It would be wonderful to have everyone present as we dive into today's topics and learn together. Thank you. Yes. Very good. Very good. Very good. Very good. Very good. Very simple. Very good. Thank you, sir. Yes. The flow dialogue. Very good. Very good. Then, thought of the day. Good afternoon, respected facilitator and my dear friends. As today is May 15th, we are celebrating the International Day of Families. So, my thought of the day is dedicated to this special day. Family is not an important thing, it is everything. This beautiful quote is by Michael J. Fox. It reminds us that our family is our biggest strength and support system. In this busy world, we often forget to thank our parents and siblings for what they do for us. A happy family gives us love, care, and courage to face any challenge in life. So on this special day, let us promise to love, respect, and spend quality time with our families. Thank you and have a wonderful family day ahead. Oh, Hasina, വളരെ മനോഹരമായിട്ട് സൂപ്പർ. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹസീന പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ്. കാരണം നമുക്കൊരു ഫാമിലി സപ്പോർട്ട് ഇല്ല എങ്കിൽ നമ്മളിത് നിർത്തില്ല. ബെറ്റർ ടു ഹാവ്. ഒരു ജോലി കഴിയുമ്പോൾ വീട്ടിലോട്ട് വരാനായിട്ട് നമുക്ക് തോന്നുന്നത് വീടൊരു സ്വർഗമാകുമ്പോഴാണ്. അപ്പൊ മേക്ക് അവർ ഹൗസ് ഫോർ ഹെവൻ. അത് സ്വർഗം പോലെ ഇരിക്കണം, എങ്കിലാണ് അങ്ങോട്ട് വരാൻ തോന്നുന്നത്. അത് കറക്റ്റ് ആണ്. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഹസീന, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നേരത്തെ സോജിയോട് പറഞ്ഞൊരു സംഭവം, ചില വോയിസ് ഇപ്പൊ മുഹമ്മദ് റാഫി ഹിന്ദിയില് നല്ല ഡെപ്ത് ഉള്ള വോയിസ് എന്ന് വെച്ചാൽ നല്ല പവറുള്ള വോയിസ് ആണ്. ഒരിക്കല് ജെറി അമൽദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറാണ്. ജെറി അമൽദേവ് ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ്. ജെറി അമൽദേവ് എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറെ ഒരു പത്രപ്രവർത്തകനെ ഇന്റർവ്യൂ ചെയ്യും. ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് യേശുദാസിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ മുഹമ്മദ് റാഫിയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ചെറിയ അമൽദേവ് അതിന് മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ സംഗീത സംവിധാനം ചെയ്തേക്കുന്നത് ചെറിയ അമൽദേവാണ് തോന്നുന്നത്. അദ്ദേഹം ഓർമ്മയുണ്ട്, എനിക്കറിയില്ല. യെസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അതിന്റെ ഒരു ഉത്തരം പോലെ ചെറിയ അമൽദേവ് പറഞ്ഞു, മുഹമ്മദ് റാഫിയുടെ സൗണ്ട് നല്ല ഡെപ്ത് ഉള്ള വോയിസ് ആണ്. യേശുദാസിന്റെ ഡെപ്ത് അത്രയും ഡെപ്ത് ഇല്ല എന്ന് അതൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പുള്ളിയോട് പറഞ്ഞതാണ്. അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളൊന്നുമില്ല, പത്രത്തിൽ അടിച്ചു വരികയാണ്, മാഗസിൻ അടിച്ചു വരികയാണ്. പക്ഷേ ആ മാഗസിനിൽ അടിച്ചു വന്ന ഈ ഇന്റർവ്യൂവിന്റെ ഹെഡിങ് എന്താണെന്ന് വെച്ചാല് യേശുദാസിന് സ്ത്രീ ശബ്ദം, ജെറി അമൽദേവ്, ഇതായിരുന്നു ഹെഡിങ്. പുള്ളി അങ്ങനെ പറഞ്ഞതല്ല, പുള്ളി രണ്ടിനെ താരതമ്യം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ യേശുദാസിന്റെ സ്ത്രീ ശബ്ദം, ജെറി അമൽദേവ്, ഇതാണ് വന്നത്. അപ്പൊ പിറ്റേ ദിവസം ജെറി അമൽദേവ് മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയുടെ റെക്കോർഡിംഗ് ആണ്. അന്ന് യേശുദാസ് പാടുണ്ടാകും. അപ്പോ യേശുദാസിന്റെ ആരോ ചെന്നുകൊണ്ടത് ഈ ജെറി അമൽദേവ് ഇങ്ങനെ പറഞ്ഞു വളരെ ഫാൻസി കാണിച്ചു. അങ്ങനെ യേശുദാസ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് പാടാനായിട്ട് വന്നില്ല. അവിടെ മുതൽ ഇന്ന് വരെ അവര് തമ്മിൽ പിന്നെ ഒരു ജെറി അമൽദേവ് മ്യൂസിക് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് യേശുദാസ് പാടില്ല. അപ്പൊ യേശുദാസ് പാടാത്തത് കൊണ്ട്
യേശുദാസിനെ പോലുള്ള ഒരാളെ പാടിക്കണമെങ്കിൽ ഡയറക്ടർ മരുന്ന് ചോദിക്കും, ചെറിയ അമ്പലദേവിയുടെ വേണ്ടെന്ന് ചോദിക്കും. അങ്ങനെ പുള്ളി സിനിമ ഫീൽഡിൽ നിന്ന് പയ്യെ 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 ഔട്ടായി പോയി. ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഈ ഡെപ്ത് ഓഫ് ദ വോയിസിനെ കുറിച്ച് പറയുമ്പോഴാണ്. പിന്നീട് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ എന്തോ ഒരു പരിപാടിക്ക് പുള്ളി വന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോഴല്ല, ഈ ചെറിയ അമ്പലദേവി. അപ്പൊ അന്ന് പുള്ളി അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോയിരുന്നു. അന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തൊരു ഇന്റർവ്യൂ തയ്യാറാക്കിയ ഒരു പത്രപ്രവർത്തകയുണ്ട്. അത് എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപകന്റെ മകളായിരുന്നു. ആ കുട്ടിയാണ് എന്നോട് ഈ കാര്യം പിന്നീട് പറഞ്ഞത്. ഇങ്ങനെ അന്ന് ചെയ്തത് അമ്പലദേവ് അവരുടെ വീട്ടിലാണ് താമസിച്ചത്, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. യെസ്, അപ്പോ നമ്മള് ചെറു ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല പേപ്പറിൽ പിറ്റേ ദിവസം അച്ചടിച്ച് വരുമ്പോൾ, വേറെ രീതിയിലായിരിക്കും വരിക. യെസ്, പത്രപ്രവർത്തകരെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളെ കാണുമ്പോൾ ഭയങ്കര അതൊരു ടാസ്ക്കാണ്. പക്ഷെ അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. യെസ്, ഓക്കെ സോജി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നൗൺ എന്താണെന്ന് പറഞ്ഞു. നൗൺ ഫ്രേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നൗൺ ഫ്രേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യെസ്, അപ്പോ നൗൺ എന്ന് പറയുമ്പോൾ നെയിം ഓഫ് എ തിങ്, അങ്ങനെയാണ് നൗൺ എന്ന് പറയാ. നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ ആ നൗൺ തന്നെയാണ്, പക്ഷെ അത് ഒരു വാക്കിലല്ല ഒന്നിലധികം വാക്കുകളിലൂടെ ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഐസ് ആർ ബ്യൂട്ടിഫുൾ, ബ്ലൂ ഐസ് ആർ ബ്യൂട്ടിഫുൾ, ലാർജ് ബ്ലൂ ഐസ് ആർ ബ്യൂട്ടിഫുൾ. അങ്ങനെയൊക്കെ നമ്മൾ എക്സാമ്പിൾസും പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുള്ള 2-3 എക്സസൈസുകൾ നമ്മൾ ഓക്കെ സുജി ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് 2-3 ചെയ്തു നോക്കാം. യെസ്, ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് നൗൺ ഫ്രേസ്. കേട്ടോ, ഫൈൻഡ് ഔട്ട് നൗൺ ഫ്രേസ്, ഇതാണ് ചോദ്യം. PHRACS, നൗൺ ഫ്രേസ്. ഓക്കെ, ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ദ ബിഗ് റെഡ് റെഡി റെഡ് കാർ is on the ground, 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 is on the ground. ഓക്കെ, സോജി ഇപ്പൊ പരീക്ഷയ്ക്ക് തരുമ്പോൾ ഇതിന്റെ അടിയിൽ 3 ആൻസർ ഉണ്ടാവും. ഞാനിപ്പോ തൽക്കാലം ആൻസർ തന്നിട്ടില്ല. ഇപ്പൊ സോജിക്കാണ് ചാൻസ്. ഇതിന്റെ അകത്ത് ഏതാണ് നൗൺ ഫ്രേസ് എന്ന് പറയാം. എവിടം മുതൽ എവിടം വരെയാണ് എന്ന് പറയാം. The big red car. കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. നോക്കിയേ, ആ അത്രയും വരെ ഇല്ലാന്ന് വിചാരിക്കും. കാർ ഈസ് ഓൺ ദ ഗ്രൗണ്ട്, കറക്റ്റ് അല്ലേ? കാർ ഈസ് ഓൺ ദ ഗ്രൗണ്ട്. എങ്ങനെയുള്ള കാർ? റെഡ് കാർ. പിന്നെ ഒരു ബിഗ്, ദ ബിഗ്, ആ വലിയ റെഡ് കാർ. അപ്പൊ നമുക്ക് പറയാം ദ ബിഗ് റെഡ് കാർ, അതാണ് ഇതിന്റെ അകത്ത് നൗൺ ഫ്രേസ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇതിന്റെ അടിയിൽ 3 ആൻസർ ഉണ്ടാവും. അതിന്റെ അകത്ത് ഒരെണ്ണം ദ ബിഗ് റെഡ് കാർ എന്നായിരിക്കും. രണ്ടാമത്തെ ആൻസർ ചിലപ്പോ ബിഗ് റെഡ് കാർ ഈസ് എന്നായിരിക്കും. മൂന്നാമത്തത് ഈസ് ഓൺ ദ ഗ്രൗണ്ട് എന്നായിരിക്കും. അത് 3 ആൻസർ ഉണ്ടാവും. അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. യെസ്, അടുത്ത ചോദ്യം ഹസീനക്കാണ്. ഓക്കെ, ഇറ്റ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ. The dog on the porch, 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 is looking, LOOKING, looking at me. No? ഒന്നുകൂടി പറയാം, ഞാനൊന്ന് അങ്ങോട്ട് പോയതായിരുന്നു. Okay, no problem. The dog on the porch, 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 is looking at me. Asina, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. The dog.
ഓ, ഒന്നുകൂടി ആലോചിക്കും. ഹസീന, ഒന്നുകൂടി ആലോചിക്കും. The dog on the porch. The dog on the porch. കറക്റ്റായി. പോർച്ചിൽ കിടക്കുന്ന നായ. അല്ല, അവിടം വരെയാണ് സബ്ജക്റ്റ്. നായയാണ് എവിടെ കിടക്കുന്നതാണ്? പോർച്ചിൽ കിടക്കുന്ന നായ. യെസ്, കറക്റ്റ്. ദ ഡോഗ് ഓൺ ദ പോർച്ച് ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീർത്തി, യുവർ ടേൺ. ചോദ്യം ഇതാണ്. എ ബ്യൂട്ടിഫുൾ, BEAUTIFUL, ബ്യൂട്ടിഫുൾ, സണ്ണി, SUNNY, സണ്ണി ഡേ, DAY, day is seen, SEEN, seen today, is seen today. Okay. സർ സീനാണോ? Seen, SEEN, seen for seen. Sir, പറയട്ടെ. Ah, A beautiful sunny day. the correct answer. Very good, very good, very good, very good. അടുത്തത് ശരണ്യ മോഹനാണ് ചോദ്യം. The city of Paris, P capital, PARIS, Paris, attracts attracts the tourist, TOURISTS, tourist. Okay, ഒന്നുകൂടി പറയാം. The city of Paris attracts the tourist. ശരണ്യ മോഹനാണ് ചാൻസർ. യെസ് സാർ, പറയട്ടെ സാർ. യെസ്, പറയൂ. കറക്റ്റ് ഇത്ര കൈ കിട്ടി, അപ്പൊ അതുകൊണ്ടാണ് പറയട്ടെ സാർ. ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? പറഞ്ഞോളൂ ശരണ്യ. The city of Paris attract. സിറ്റി ഓഫ് പാരീസ്, അട്രാക്ട് എന്ന് പറയുന്നത് വെർബാണ്. യെസ്, സിറ്റി ഓഫ് പാരീസ്, പാരീസിലെ സിറ്റി. യെസ്, സിറ്റി ഓഫ് പാരീസ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാവരോടുമാണ്. ആദ്യത്തെ ആ 3 സെന്റൻസ്, അതായത് ദ ബിഗ് റെഡ് കാർ, ദ ഡോഗ് ഓൺ ദ പോർച്ച്, എ ബ്യൂട്ടിഫുൾ സണ്ണി ഡേ, ഈ 3 നോക്കിക്കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ലാതെ ഇത് കണ്ടുപിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ടെക്നിക്ക് നിങ്ങൾക്ക് പിടിയില്ല? ഉണ്ട്. ഏതാണ് ഹസീന കിട്ടിയത്? ആ ഈസിന്റെ മുമ്പുള്ളത്. യെസ്, വെരി ഗുഡ് ഹസീന. ഹസീന വേറെ ലെവലാണ് കേട്ടോ. വെരി ഗുഡ്, കറക്റ്റ് ആണത്. തന്നിരിക്കുന്ന വാചകത്തില് ഈ സാമാർ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ വന്ന് നിൽക്കണം. എന്തായിരിക്കും? അത് നൗൺ ഫ്രേസ് ആയിരിക്കും. യെസ്, അത് നൗൺ ഫ്രേസ് ആയിരിക്കും. നോക്കി, ഈസ് ആയിരിക്കും. ഈസിന്റെ വന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോ റെഡ് കാർഡ്സ് എന്നാക്കുകയാണെങ്കിൽ അപ്പൊ 6 വരും. യെസ്, അപ്പോ ഈസ്, ആറ്, അങ്ങനെ ബി വെർബ്, ഓക്സിലറി വെർബ് എന്നല്ല പറയുന്നുണ്ട്. ഈ ഓക്സിലറി വെർബ് വന്ന് നിൽക്കണമെങ്കിൽ അവിടം വരെ വന്ന് നിൽക്കണം. എപ്പോഴും എന്തായിരിക്കും? നൗൺ ഫ്രേസ് ആയിരിക്കും. ഇപ്പോ നമ്മുടെ ശരണ്യമോഹൻ ഇപ്പൊ പറഞ്ഞപ്പോ ആദ്യം ഒരു മിസ്റ്റേക്ക് വരാൻ കാരണം ഈ വാചകത്തില് അങ്ങനെ ഒരു ഈസാമാറില്ല. ഈസാമാറിന്റെ അത് വന്നിട്ടില്ല. പകരം വന്നിരിക്കുന്നത് എന്താണ്? ഒരു മെയിൻ വെർബാണ് വന്നേക്കുന്നത്. യെസ്, ഈസ് ആമാറിന് നമുക്ക് പാസ്റ്റ് ടെൻസ് പറയാം, വാസും വേറെ. അതുപോലെ തന്നെ ഈസാമാർ ഇല്ലാതെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഏതാണ്? അട്രാക്ട്. അതിന്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് പറയാം അട്രാക്റ്റഡ്, ATTRACTED. അപ്പൊ നമുക്ക് പിടികിട്ടി. വെർബ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വന്ന് നിൽക്കുന്നതായിരിക്കും എപ്പോഴും എന്ത്? നൗൺ ഫ്രേസ്. അത് വേറൊരു ടെക്നോളജിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഓക്കെ, ഹസീനക്ക് ആദ്യം പറഞ്ഞു, പക്ഷെ എന്നാലും ഇത് തോന്നിയ വേറെ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ മനസ്സിൽ? ഹസീന ആദ്യം പറഞ്ഞു, അപ്പൊ സോജിക്ക് തോന്നി, ശരീബാബിക്ക് തോന്നി, ശരണ്യക്ക് തോന്നി, ബിസ്മിക്ക് തോന്നി. അപ്പൊ പിന്നെ ഞങ്ങളത് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ ഹസീന കുഴപ്പമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം വിദ്യാ ഗേവിനോടാണ്.
The sweet, 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 smell of, SMELL, smell of, jasmine, 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 filled, 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 the air, AIR. ഒന്നുകൂടി പറയാം. The sweet smell of jasmine filled the air, AIR. The sweet smell of jasmine. Yes, it's a correct answer. The sweet smell of jasmine. ജാസ്മിന്റെ മനോഹരമായിട്ടുള്ള സ്മെല്ല്. യെസ്, കറക്റ്റ്. ഫിൽഡ് വെർബാണ്, അവിടം വരെയുള്ള കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബിസ്മി റാഫി, നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. The colorful, COLOURFUL, colorful balloons, BALLLONS, balloons floated, ഒഴുകുന്നത്, FLOATED, floated in the sky, in the sky. Okay, I will repeat the question. The colorful balloons floated in the sky. Colorful balloons. Yes, it's a correct answer. Very good, very good, very good, very good. Tansia, next is your turn. Yes, sir. Okay. ഇതിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. നാളെ MTയുടെ മോണ്ടിസോറി 13th അല്ല 12, 13, 14 ബാച്ചിന് 12, 13, 14 ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറിമണിയാണ്. ടീച്ചർ പറയുന്നുണ്ടായിരുന്നു 10 പരിപാടിയായിട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട്. നാടകമുണ്ട്, സ്കിറ്റ് ഉണ്ട്, തിരുവാതിരയുണ്ട്, ഒപ്പനയുണ്ട്, അങ്ങനെ കളർഫുൾ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. വിശദ വിവരങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് പറയാം. യെസ്, അപ്പോ കൂടുതലുണ്ടാവും സർ. ഞാൻ പറയാൻ അങ്ങോട്ട് വരികയായിരുന്നു. 21ന്റെ പരിപാടി വരുമ്പോ നമുക്ക് തകർക്കണം കേട്ടോ. യെസ്, അതില് ഒരു പെരു ദിവസം വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ദിവസം MTക്കാർ അവതരിപ്പിച്ച ഒരു സ്കിറ്റിന്റെ അകത്ത് അവര് കറക്റ്റ് നമ്മുടെ ജിഷ ടീച്ചറെ എഴുതിച്ചു. കറക്റ്റ് ജിഷ ടീച്ചർ ക്ലാസ് എടുക്കൂലേ, ആ ക്ലാസ് എടുക്കാൻ അപേക്ഷിച്ച് അവർ സ്കിറ്റ് പഠിപ്പിക്കുന്ന സാധനമാണ് അവർ കളിച്ചത്. പക്ഷെ അത് ടീച്ചറാണ്, നമുക്ക് ആ ഡയലോഗും പ്രസന്റേഷനും കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ടീച്ചറിൻ്റെതായ സ്റ്റൈലിലല്ലേ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. യെസ്, ഓക്കെ, അപ്പൊ പോകട്ടെ. യെസ്, വന്നതല്ലെങ്കിൽ വരാനിരിക്കുന്നതാണ് അടിപൊളി മട്ടിരിക്കട്ടെ. യെസ്, അടുത്തത് the small red bird, RED, red bird is seen, SEEN, seen there, THERE, there. ഒന്നുകൂടി പറയാം. The small red bird is seen there. The small red bird. It's a correct answer. Very good, very good, very good, very good. Yes, സംഗതി പിടികിട്ടിയല്ലോ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പിടികിട്ടി. ഈ മോഡലിലെ ചോദ്യം മാത്രമേ ഇത് വിളിക്കുള്ളൂ. യെസ്, ഓക്കെ, ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
യെസ്, നമ്മൾ ഇനിയൊരു ഞാൻ പറയുന്ന കാര്യം മലയാളത്തിൽ തന്നെ എഴുതിയെടുക്കാം. മലയാളത്തിൽ കേട്ടോ. യെസ്, മലയാളത്തിൽ എഴുതിയെടുത്താൽ ഒരു കുഞ്ഞു പേരൊക്കെ എഴുതിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ഫുൾ സ്റ്റോപ്പ്. എൻ്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ എന്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫുൾ സ്റ്റോപ്പ്. ഏതാണ്ട് 100 പേർ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ഫുൾ സ്റ്റോപ്പ്. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. ഫുൾ സ്റ്റോപ്പ്. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. ഫുൾ സ്റ്റോപ്പ്. പാടിയ ഒരു പാട്ട് ഞാൻ പാടി. ഫുൾ സ്റ്റോപ്പ്. എല്ലാവരും കൈയടിച്ചു. സാറാ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയുന്നു. എല്ലാവരും കൈ അടിച്ചു. ഫുൾ സ്റ്റോപ്പ്. എനിക്കും വളരെ സന്തോഷമായി. ഫുൾ സ്റ്റോപ്പ്. അതുകൊണ്ട് ഞാനൊരു സംഗീത സ്കൂളിൽ
അതുകൊണ്ട് ഞാനൊരു സംഗീത സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. യെസ്. അപ്പൊ ഇത് ഒരു എനിക്ക് കഴിയട്ടെ, ഇനി റിലാക്സ് ചെയ്തു. ഇത് ഒരു ചെറിയൊരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞതാണ്. നമുക്കറിയാവുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഈ സെന്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. സർ, ഞാനിത് ആലോചിച്ച് നിങ്ങൾ അങ്ങനെ പറയും. ഓക്കെ, വെരി ഗുഡ് അല്ലേ? ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമുക്കിത് ആവശ്യം വരും. എപ്പോഴാണെന്നറിയാമോ? ചിലപ്പോ നിങ്ങളോട് കുട്ടികൾ വന്നോട് പറയും, ഞങ്ങൾക്കൊരു സ്വാഗത പ്രസംഗം ശരിയാക്കി തരാമോ, ഞങ്ങൾക്കൊരു സ്പീച്ച് പറയാൻ റെഡിയാക്കി തരാമോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വരും. അപ്പൊ ഞാനൊരു കുഞ്ഞു പാരഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഒരു പക്ഷെ നിങ്ങൾ കേട്ടോ, ഞാൻ കയറ്റി പിടിക്കണ്ട, ഹസീന, സോജി, കാൻസിയ കയറ്റി പിടിക്കണം, കീർത്തി, ഒരു പക്ഷേ വേറെ ആരെങ്കിലും എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രന്ഥകർത്താവായിട്ട് മാറാം. യെസ്, അത് നിങ്ങൾ വായിച്ചു പഠിച്ചിട്ട് അതിന്റെ മലയാള പരിഭാഷകളും ആ പുസ്തകം വിറ്റുപോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ദൂരമെന്നറിയാമോ? യെസ്, ഗ്രന്ഥകർത്താവ് കിട്ടുന്നത്. യെസ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പല പുസ്തകങ്ങള് അന്യഭാഷയിൽ നിന്ന് മൊഴി മാറ്റി നമ്മൾ വായിക്കാറില്ലേ? ചിലപ്പോൾ ഒറിജിനൽ ചിലപ്പോൾ ബംഗാളിലേക്ക് എഴുതിയേക്കണേ, പക്ഷെ അത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ വായിക്കാറില്ലേ? ഇത് പറഞ്ഞതുപോലെ ഇത് നമ്മൾ ആരംഭിക്കണം. യെസ്, തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാൻ അതുകൊണ്ടാണ് ഓരോ സെന്റൻസ് പറഞ്ഞു ട്രൈ ചെയ്തു. അപ്പൊ ഇപ്പോ 2:15 നമുക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ, 10 മിനിറ്റ് സമയം. ഓക്കെ, സിമ്പിളായ നിങ്ങൾക്കറിയാവുന്ന പോലെ എഴുതിയാൽ മതി. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്, തുടങ്ങിക്കോളൂ.
പറഞ്ഞ സമയത്തിന് മുമ്പ് കഴിഞ്ഞവരുടെയും പറഞ്ഞോട്ടെ. യെസ്, കഴിഞ്ഞു. സന്തോഷം. കീർത്തിയുടെ കഴിഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്. പറയാമോ ഇപ്പം? രണ്ടുപേരും കഴിഞ്ഞ് ഞാൻ പിടിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട്. അങ്ങോട്ട് വെക്കാണി മച്ചി ഒരു മറുപടി പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങോട്ട് വെക്കാൻ നിങ്ങള് ഡിസ്റ്റർബ് ചെയ്യില്ല. ചെല്ല് കുഞ്ഞാ. ഫോൺ തരാൻ പറ്റൂല. അപ്പൊ മിഥുനയുടെ കഴിഞ്ഞു, ഡാൻസി കഴിഞ്ഞു, കീർത്തി കഴിഞ്ഞു, 3 പേരായി. ബഷീറുടെ കഴിഞ്ഞു, ഡാൻസിയുടെ കഴിഞ്ഞു, ഹസീന കഴിഞ്ഞു. സർ ഞാനൊരു 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റ് ആകാൻ എനിക്കറിയില്ല. അപ്പൊ നമുക്ക് പയ്യൊന്ന് തൊടിഞ്ഞു വെക്കാണ്. യെസ്. അപ്പം മിഥുനക്ക് ഒരു ചാൻസ് തരാം. വായിക്കാൻ വരട്ടെ. ഞാൻ ആദ്യത്തെ വാചകം ഞാൻ പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ആ ഒരൊറ്റ വാചകത്തിന്റെ മിഥുന വായിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അതിനെ കുറിച്ച് വിട്ടേക്ക്. നോ പ്രോബ്ലം. ഇവിടെ തെറ്റ് പറഞ്ഞാലും കളിയാക്കുകയോ വിഷമിക്കുകയോ ആരെയും ചെയ്യാറുണ്ട്. ഇത് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തമാശയായിട്ട് പോയിട്ട്. പറഞ്ഞോ. In last Sunday, I am going to a birthday function. Okay, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇത് എപ്പോഴും മനസ്സിൽ വേണം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നതാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവൃത്തി. അത് കഴിഞ്ഞതിന് ശേഷമേ ഓബ്ജക്റ്റ് ആരല്ലെങ്കിൽ എന്ത് വരാവൂ. ഇങ്ങനെ വരാവൂ. ഓക്കെ. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു. ആദ്യം ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് പറയും. അതാണ് കറക്റ്റ്. ഞാൻ ചായ കുടിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഡ്രാങ്ക് ടീ. എന്ത് ചെയ്തു എന്നുള്ളത് മൂന്നാമതേ പറയാം. ഇത് എപ്പോഴും മനസ്സിൽ വേണം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇംഗ്ലീഷ് എപ്പോഴും ഈ ഒരു സംഗതി വേണം. അപ്പൊ മെറിലേ നമുക്കൊരു നോക്കാം. ആദ്യം പറയാം ഞാൻ പങ്കെടുത്തു. ഞാനല്ലേ ചെയ്താണ് ഐ. പങ്കെടുക്കുക എന്നുള്ളത് നമുക്കിപ്പോ അറ്റൻഡഡ്.
അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റഡ്, രണ്ട് വാക്ക് ശരിയാണ്. ഐ പാർട്ടിസിപ്പേറ്റഡ്. എന്തിലാണ് പങ്കെടുത്തത് അത് പിന്നീട് പറയണം. എ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ല, ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. എപ്പോഴാ പങ്കെടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം, ലാസ്റ്റ് സൺഡേ. അതല്ല, നമുക്ക് വേറെ രീതിയിൽ പറയാം. ലാസ്റ്റ് സൺഡേ, ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ആയിരിക്കും പറയാം. അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം, കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവം നമ്മളിപ്പോ പറയണം അല്ലെ. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവമാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എല്ലാം കഴിഞ്ഞു പോയതാണ്, എല്ലാം പാസ്റ്റാണ്. ലാസ്റ്റ് സൺഡേ ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ ലാസ്റ്റ് സൺഡേ. ഇനി വേണ്ട കേട്ടോ, ലാസ്റ്റ് സൺഡേ. ഓക്കെ, പിടികിട്ടിയില്ല, നമുക്ക് പറയാം. അടുത്ത് നമുക്ക് വരുന്നുണ്ട് കീർത്തി. രണ്ടാമത്തെ സെന്റൻസ്, എന്റെ, ഞാൻ പറയാം, എന്റെ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ. It was my friend's daughter's birthday. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ അവിടെ ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അവിടെ ഈ പറഞ്ഞ മെത്തേഡാണ് ആര് ഉപയോഗിച്ചേക്കുന്നത്, കീർത്തി ഉപയോഗിച്ചത്. ഇത് ബർത്ത്ഡേ ആയിരുന്നു. ആയിരുന്നു എന്നുള്ളൊരു വാസ് അല്ലെങ്കിൽ വേറെ. ഇറ്റ് വാസ് എന്തായിരുന്നു, ബർത്ത്ഡേ. ഇറ്റ് വാസ് ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ, എന്റെ സുഹൃത്തിന്റെ മകളുടെ. മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഫ്രണ്ട്സ് അപ്പോസ്ട്രോഫി സെന്റർ. മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ്. കുഴപ്പമില്ല. ഓക്കെ നസീഫ. യെസ്, ഇറ്റ് വാസ് ദ. അപ്പൊ അത് ആവുന്നു മാത്രമേ, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് മൈ ഡോട്ടർ. ഇത് ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. സോറി, എന്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയി. ഓക്കെ, ഇനി ശരി ഭവ്യ, മലയാളം ഞാൻ വായിക്കാം. പറ്റുമോ സാർ അവിടെ? That was. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞതിന് വ്യത്യസ്തപ്പെടുത്തിയിട്ട് എഴുതാൻ പറ്റോട്ടെ. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചോളാം, നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാം. ശരി ഭവ്യ, ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. Almost 100 people attended the function. യെസ്, ഓൾമോസ്റ്റ് അത് പറയാം. ഈ ഓൾമോസ്റ്റ് എന്താ നോക്കി, 100 പേര്, ഏതാണ്ട് 100 പേര്. അറ്റൻഡഡ് എന്നുള്ളതിന് പകരം പാർട്ടിസിപ്പേറ്റഡ് എന്നിരിക്കാനും കുഴപ്പമൊന്നുമില്ല. ഫംഗ്ഷൻ കറക്റ്റ് ആണ്. ഈ ഏതാണ്ട് എന്നുള്ളതിന് ഓൾമോസ്റ്റ് അല്ലാതെ വേറെ വല്ല വാക്ക് എഴുതി ആരെങ്കിലും ഉണ്ടോ? എബൌട്ട് ഇത് കറക്റ്റ് വേർഡാണ് കേട്ടോ. എബൌട്ട് എന്ന് പറഞ്ഞാൽ എബൌട്ട് 100. ഓക്കെ, അവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എന്ന് എഴുതാതെ എബൌട്ട് എന്ന് എഴുതി കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി അതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വാക്കൊരു പറയാം, അപ്രോക്സിമേറ്റ്ലി. അതും കറക്റ്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി 100 people participated the function. 100 പേര് അതിൻ്റെ അകത്ത് പങ്കെടുത്തു. നസീഫ, അടുത്ത വാചകം ഇതായിരുന്നു. ഐ തിങ്ക് അറൌണ്ട് 100 എന്ന് പറഞ്ഞാലോ? യെസ്, ഞാൻ കരുതുന്നത് ഏതാണ്ട് 100 പേര് പങ്കെടുത്തു. കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആണ്. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. നസീഫ പറഞ്ഞോളൂ. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. They said to sing a song to me. Yes, സംഗതി നസീഫ എഴുതിയത് കറക്റ്റ് ആണ്. They said me to sing a song. അപ്പൊ ഇതിനകത്ത് എന്ത് വരുമെന്ന് പറഞ്ഞു. ഈ സെന്റൻസ് കറക്റ്റ്, തെറ്റൊന്നും ഇല്ല, കറക്റ്റ് ആണ്. നസീഫ അവിടെ ഉടായ്പ കാണിച്ച സെന്റൻസ് കറക്റ്റ് ആയിട്ട് അവര് പറഞ്ഞു എന്നോട് പാടാൻ. ഞാൻ പറഞ്ഞതിൽ മനഃപൂർവ്വമാണ് അവർ എന്നുള്ള വാക്കിന് പറഞ്ഞിട്ട്. അപ്പൊ ആ ദേ എന്നുള്ളതൊന്ന് കളഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കി നസീഫ. Said to sing a song to me. നമ്മുടെ കയ്യിൽ കല്ല് കടിച്ചു. ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്ത്. Were asked to sing. They asked me ദേയ്ക്ക് പകരമാണോ സാർ പറഞ്ഞത്?
ദേക്ക് പകരം ദേ ഒഴിവാക്കി. ഒഴിവാക്കിട്ടോ. ഞാൻ പറഞ്ഞു എന്നാവരുത്, എന്നോട് പറഞ്ഞു എന്നാവണം. അപ്പൊ ഇവിടെ വരുന്ന സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒന്നുകൂടി പറഞ്ഞ കറക്റ്റ് ചെയ്യാം, പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, നമുക്ക് കറക്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. യെസ്, അതായത് ഇവിടെ ഐ ടോൾഡ് ടു സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പാടാൻ പറഞ്ഞു എന്നായി അർത്ഥം. ഐ ടോൾഡ്. പക്ഷെ ഞാൻ പാടാൻ പറഞ്ഞിട്ടില്ല, എന്നോടാണ് പറഞ്ഞത്. അപ്പൊ എന്ത് വരും? അതിന്റെ പാസീവ് വോയിസ് വരും. അതിന്റെ പാസീവ് വോയിസ് ഐ വാസ് ടോൾഡ് അല്ലെങ്കിൽ ഐ വാസ് ആസ്ക്ഡ്. അത് കറക്റ്റ്. അതായത് വീട്ടില് ഒരാൾ വരുന്നു, ആ ആള് വന്നിട്ട് നിങ്ങളോട് പറയുന്നു ഭർത്താവിനെ വിളിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ അകത്ത് ഫോണിൽ ബെല്ലടിച്ചു, നിങ്ങൾ പുറത്തേക്ക് വന്നു, ഒരാൾ വരുന്നു, അയാൾ പറയുന്നു ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അകത്തേക്ക് പോകുന്ന സോജി അകത്തിരിക്കുന്ന ഭർത്താവിനോട് പറയുന്നു നിങ്ങളെ വിളിക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങൾ വിളിക്കുന്നതല്ല, ഭർത്താവിനോട് പറയുന്നു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുള്ളതിന് യു, വിളിക്കാന്നുള്ളതിന് കോൾ. അപ്പൊ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുമ്പോ യു ആർ കോൾഡ്. യു ആർ കോൾഡ്. യു കോൾ എന്ന് പറഞ്ഞാല് ഭർത്താവിനോട് നമ്മൾ പറയണം. യു കോൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വിളിക്കുന്നതായിപ്പോ, നിങ്ങൾ വിളിക്കുന്നതായിപ്പോ. അത് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് വേറൊരു മെത്തേഡ് കൂടി പറയാം, ഒരു ഓർമ്മ കൊണ്ട് പറയാം. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറ്റൻഡറോ പിയൂണോ കയറി വരുന്നു, കയ്യിലൊരു ചീട്ടുണ്ട്. അപ്പൊ ആ ചീട്ട് നോക്കിയിട്ട് മിസ് പറയുന്നു മെർലി സുഹൈറ. അപ്പൊ രണ്ടുപേരും എഴുതിയിരിക്കുന്നു യു ആർ വാണ്ടഡ് ബൈ ദ പ്രിൻസിപ്പൽ. യു ആർ വാണ്ടഡ് അല്ലെങ്കിൽ യു ആർ കോൾഡ് ബൈ ദ പ്രിൻസിപ്പൽ. നിങ്ങളെ പ്രിൻസിപ്പലിനെ വിളിക്കുന്നു. യു കോൾ ദ പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രിൻസിപ്പലിനെ വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പലിനെ അല്ല വിളിക്കുന്നത്, പ്രിൻസിപ്പൽ നിങ്ങളെയാണ്. അപ്പൊ യു ആർ കോൾഡ് ബൈ ദ പ്രിൻസിപ്പൽ. അത് സാധനം ഇവിടെ വരികയാണ്. ഞാൻ പാടാൻ പറഞ്ഞിട്ടില്ല, എന്നോടാണ് പറഞ്ഞത്. ഐ വാസ് ആസ്ക്ഡ്. അതാണ് കറക്റ്റ്. ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് എ സോങ്. ഒരു പാട്ട് പാടുവാൻ എന്നോട് പറഞ്ഞു. ഐ വാസ് ആസ്ക്ഡ്. നസീഫ് ഇത് കറക്റ്റ് ആയിട്ടാ. അവർ എന്നോട് പറഞ്ഞു സംഗതി കറക്റ്റാണ്. ഞാൻ മനഃപൂർവ്വം അവര് പറയേണ്ടത് ആരെങ്കിലും അത് പാസീവ് വോയിസിൽ എഴുതൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, വേർ ആസ്ക്ഡ് ടു സിംഗ് എന്ന് പറഞ്ഞാലോ? വേർ ആസ്ക്ഡ് ടു സിംഗ്. വേർ ആസ്ക്ഡ് ടു സിംഗ് എന്ന് പറയില്ല കേട്ടോ. സബ്ജക്റ്റ് ആരുമല്ല. ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് കറക്റ്റ് കേട്ടോ. യെസ്. ഇനി നമുക്ക് സുഹൈറ അടുത്ത സെന്റൻസ്. they asked me to sing a song എന്ന് പറഞ്ഞാലോ? കറക്റ്റാണ്. അത് തന്നെയാണ് സസിഹം പറഞ്ഞത്. അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന, അപ്പൊ സോജി പറഞ്ഞത് അവർ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ തന്നിരിക്കുന്ന മലയാളം വാചകത്തിൽ അവർ എന്നൊരു വാക്കുണ്ട്. അവർ നിർബന്ധിച്ചപ്പോ തൊട്ട് മുകളിൽ നോക്കി എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. അവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞു എന്നാണ് നമ്മൾ എഴുതിയെന്നുണ്ടെങ്കിൽ സോജി അത് കറക്റ്റ് ആണ്, ആപ്റ്റാണ്. ഞാൻ മനഃപൂർവ്വം അവിടെ അവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടതാണ്. സോജി പറഞ്ഞതും നസീഫ പറഞ്ഞതും കറക്റ്റ് ആണ്. ആണെങ്കിലോ? കുഴപ്പമില്ല. അത് ആ മോഡൽ തന്നെയാണ് സോജിയും നസീഫയും എഴുതിയേക്കുന്നത്. ഐ വാസ് ആസ്ക്ഡ്, എന്നോട് പറഞ്ഞു. ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് എ സോങ്. അപ്പൊ അതിനകത്ത് ദേ എന്ന് പറയുന്ന സംഗതി വരുന്നില്ല. ആര് പറഞ്ഞു എന്നുള്ളതിനകത്ത് വരുന്നില്ല. സുഹൈറ അടുത്ത വാചകം പറയാം. എന്നോട് പറഞ്ഞു അല്ലേ? എന്നോട് പറഞ്ഞു. ഐ ആസ്ക്ഡ്, ഐ വാസ് ആസ്ക്ഡ് പാസീവ് വോയിസ് ആണ്. നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ. ഞാൻ ആരെങ്കിലും അതെല്ലാം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അതങ്ങനെ പറഞ്ഞത്. സുഹൈറ അടുത്ത വാചകം ഇതാണ്. ആദ്യം ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല.
സുഹൈറ. Sir, I was not ready to sing at first. കുഴപ്പമില്ല. അറ്റ് ഫസ്റ്റ് വേണമെങ്കിൽ ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല. അറ്റ് ഫസ്റ്റ് കോമ ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. അബീറ, അടുത്ത വാചകം. സർ, അപ്പൊ ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് അറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാലോ? യെസ്, കുഴപ്പമില്ല. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ടു സിംഗ് അറ്റ് ഫസ്റ്റ്. അത് നമുക്ക് മേക്ക് റെഡി എന്നുള്ളതിന്റെ പകരം പ്രിപ്പയർ. കുഴപ്പമില്ല. യെസ്, അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. അബീറ. അവർ At last they forced me for singing a song and I agreed with that. യെസ്, ഐ അഗ്രി വിത്ത്. ഇത് കുറച്ചുകൂടി പരത്തി പറഞ്ഞു, കുറച്ചും കൂടി അങ്ങനെ നമുക്ക് ചെറുതാക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല അബീറ. വെരി ഗുഡ്. അവർ നിർബന്ധിച്ചപ്പോൾ, അവർ എന്നുള്ളതിന് ദേ, നിർബന്ധിച്ച് കഴിഞ്ഞില്ല. അപ്പൊ ഞാനപ്പോ നിർബന്ധിക്കാന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുന്നു. കമ്പൽ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് കമ്പൽഡ്. അപ്പൊ അവർ നിർബന്ധിച്ചപ്പോൾ, പോൾ എന്ന് വരുമ്പോ വെൻ എന്ന പ്രപ്പോസിഷൻ ചേർക്കണം. വെൻ ദേ കമ്പൽഡ്, കറക്റ്റായി. അവർ നിർബന്ധിച്ചപ്പോൾ, വെൻ ദേ കമ്പൽഡ്, അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. ഐ എഗ്രീഡ്. എന്ത് സമ്മതിച്ചു? അത് മൂന്നാമത് ടു സിംഗ്. അത് നമുക്ക് വേറെ രീതിയിലും പറയാം. ഐ എഗ്രീഡ് ടു സിംഗ് വെൻ ദേ കമ്പൽഡ്. അല്ലെങ്കിൽ കമ്പൽഡ് എന്നുള്ളതിന് പകരം ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് കറക്റ്റ്. I agreed to sing a song. Ready ആണോ? ഞാനൊരു പാട്ട് പാടാൻ സമ്മതിച്ചു. കുഴപ്പമില്ല. യെസ്, പറഞ്ഞോളൂ. ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി, ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ദേ ഫോഴ്സ്ഡ് മീ ടു സിംഗ് എ സോങ്. അവർ എന്നെ പാട്ട് പാടാൻ നിർബന്ധിച്ചു. കറക്റ്റാണ്. they forced me to sing a song. നമ്മൾ ഇവിടെ കുറെ സെന്റൻസ്. Then I agree to sing a Yesudas song. Yes, okay. അപ്പൊ രണ്ടാമത്തെ വാചകത്തും കൂടി അങ്ങനെ കേക്ക് പിടിച്ചു. ഞാനിത് സിമ്പിൾ ആവാൻ വേണ്ടി ഓരോരോ വാചകം ഓരോരുത്തർക്ക് പറയാൻ വേണ്ടിയിട്ട് രീതിയിലെ കണക്കാക്കി എഴുതി. ഓക്കെ, കുഴപ്പമില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ കറക്റ്റ് ആണ് ഡാൻസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത മുബഷീറ, അടുത്ത വാചകം ഇതാണ്. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. ഓക്കെ നസീഫ. I sing the songs of Yeshudas. യെസ്. അപ്പോ അത് കറക്റ്റ് വരുമ്പോഴേ യേശുദാസ് പാടിയതായ ഒരു പാട്ട് ഞാൻ പാടി, അതാണ് കറക്റ്റ്. യേശുദാസ് പാടിയതായ ആയ എന്നുള്ളതിന് ഒരു സാധനം കൂടെ കയറുന്നത്. ആ വന്ന സംഗതി വിച്ചാണ്. വിച്ച് ആയ എന്നുള്ളതിന് ജീവനില്ലാത്ത സാധനമല്ലേ പാട്ട്. അപ്പൊ അവിടെ എന്ത് വരും? വിച്ച് എന്നുള്ള പേര് വരും. ഐ സാങ്, ഞാൻ പാടി. എ സോങ്, ഒരു പാട്ട്. കേട്ടോ, ഐ സാങ്, ഞാൻ എന്താ പാടിയത്? എ സോങ്, ഒരു പാട്ട്. വിച്ച് സങ് ബൈ ആര്? യേശുദാസ്. ആ ഒരു വിച്ച് എന്ന് പറഞ്ഞൊരു യേശുദാസ് പാടിയതായ എന്നുള്ളൊരു വിച്ച് എന്ന് പറയുന്ന പേര് വേണ്ടിയിട്ട് ചേർത്തത്. ഇനി ഓരോരുത്തര് അവരവരുടെ ഭാഷയിലെ രീതിയിൽ പറഞ്ഞോളൂ. ഞാൻ എഴുതിയത് ഐ സാങ് എ സോങ് ഓഫ് യേശുദാസ്. യെസ്, ഐ സാങ്. അപ്പൊ ഞാൻ കറക്റ്റ് ആണ്. യേശുദാസിന്റെ പാട്ട് ഞാൻ പാടി. അങ്ങനെയായിരുന്നു. ശരണ്യ. I sang a song originally sang by Yesudas. കുഴപ്പമില്ല. കറക്റ്റ് ആണ്. ഒറിജിനലി sang by യേശുദാസ്. I sang a song sung by Yesudas. Yes. Okay. Ready? പിടികിട്ടിയല്ലോ. യെസ്, നമുക്ക് ഇത് റിലേറ്റീവ് പ്രോനൗണുമായിട്ടൊരു സംഗതി നമുക്ക് വരുന്നുണ്ട്. അവിടെ നമുക്കിത് കറക്റ്റ് ചെയ്യാം. യെസ്. ഇനി എല്ലാവരും സ്ലോ ചെയ്യും. എല്ലാവരും കൈയടിച്ചു. Everyone claps in front of me. ക്ലാപ്സ് എന്നുള്ളത് കൈയടിച്ചു കഴിഞ്ഞില്ല. അപ്പൊ ഒരു പാസ്റ്റ് പറഞ്ഞു ക്ലാപ്ഡ്. കേട്ടോ, പാസ്റ്റ് ആയിരിക്കും. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്.
ഇൻ ഫ്രണ്ട് ഓഫ് മീ ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടി സോയി എന്റെ മുന്നിൽ വെച്ച് എല്ലാവരും കൈയടിച്ചു. അതിന്റെ ഇതില്ല, എന്നാലും ഒരു സന്ദർഭം കുഴപ്പമില്ല. അല്ലെങ്കിൽ എവരിബഡി ക്ലാപ്ഡ്, എല്ലാവരും കൈയടിച്ചു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വിദ്യ കേവി, എനിക്കും വളരെ സന്തോഷമായി. I was very happy. യെസ്, കറക്റ്റ് ആണ്. ഐ വാസ് വെരി ഹാപ്പി. വെരി ഗുഡ്, വെരി. അല്ലെങ്കിൽ ഐ ഫെൽറ്റ് ഹാപ്പിനെസ്, എനിക്ക് സന്തോഷം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഹസീന, അതുകൊണ്ട് ഞാനൊരു മ്യൂസിക് സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. പിന്നെ അവിടെ സംഗീതം പഠിക്കാൻ തീരുമാനിക്കുന്നു. So I decided to join a music class. വെരി ഗുഡ്. സോ അതുകൊണ്ട് ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ചേരുവാൻ തീരുമാനം. അപ്പൊ ടു ജോയിൻ, എവിടെ ചേരുവാൻ? എ മ്യൂസിക് സ്കൂൾ. ഒരു മ്യൂസിക് സ്കൂളിൽ ഞാൻ ചേരുവാനായിട്ട് തീരുമാനിച്ചു. കീർത്തി, നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? Do you know of any music class school? യെസ്, ഡു യു നോ, അത് കറക്റ്റ് ആണ്. നിങ്ങൾക്കറിയാമോ? Of any music schools? ഡു യു നോ അബൌട്ട് എനി മ്യൂസിക് സ്കൂൾ? അബൌട്ടിനെ കുറിച്ച്, ഏതെങ്കിലും മ്യൂസിക് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഡു യു നോ? അവിടെ വേണമെങ്കിൽ അബൌട്ട് എന്നോ എനിത്തിങ് അബൌട്ട് എന്നോ. യെസ്, ഓക്കെ 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 ഓക്കെ. നസീഫ, ഡു യു നോ എനി മ്യൂസിക് സ്കൂൾ? നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് സ്കൂൾ അറിയാമോ? കറക്റ്റ്. ശരണ്യ, നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ എന്നോട് പറയുക. If your answer is yes. If your answer is yes. എന്നോട് പറയുക, ദയവായി എന്നോട് പറയുക. Please let me know. യെസ്, കറക്റ്റ് ആണ്. പ്ലീസ് ലെറ്റ് മീ നോ പറയാം. അതും കൂടി കുറച്ചുകൂടി ഗ്രേഡ് കുറച്ച് കഴിഞ്ഞാൽ പ്ലീസ് ടെൽ മീ, അങ്ങനെ വന്നു. ഓക്കെ, ലെറ്റ് മീ നോ, അത് കറക്റ്റ് ആണ്. എന്നെ അറിയിച്ചാലും ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, പ്ലീസ് ടെൽ മീ, ദയവായി എന്നോട് പറയുക. യെസ്, വലിയ തെറ്റുകൾ മാത്രം നോക്കിയാൽ മതി. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നെഗ്ലക്ട് ചെയ്തു. 5 തെറ്റുകളും കുറവ്. ചെറിയ ചെറിയ തെറ്റുകൾ അത് വിട്ടു കളഞ്ഞോ? യെസ്, ഓക്കെ. നമുക്കിത് ആവശ്യം വരും. ഇപ്പോഴല്ല, പിന്നീട് നമുക്ക് ആവശ്യം വരും. അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഒരു പാരഗ്രാഫ് നോക്കും. അപ്പൊ നമ്മളൊരു സാമ്പിൾ പഠിക്കട്ടാണ് നടത്തിയത്. സാമ്പിൾ നിങ്ങൾ വിജയിച്ച് തൃശ്ശൂർ പൂരം വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ പുറകിൽ വരും. അപ്പൊ നമുക്ക് കൂടുതൽ വിശദമായിട്ട് അങ്ങനെ നോക്കാം. ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. പിന്നീട് നിങ്ങൾ റെഡിയാവും കേട്ടോ. സമയം കഴിയുമ്പോഴോ ഞാനിതൊന്ന് ലെവലായി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് 21ാമത്തെ ബാച്ചല്ലേ, ആ സ്പിരിറ്റും ആ ലെവലും കാണിക്കണ്ടേ? അല്ലേ ഡാൻസ് ചെയ്യാം? ഓക്കെ, ആരാണ് സൈൻ ഔട്ട്? വേറെ ലെവലാണ്. വേറെ ലെവലാണ്. വെരി ഗുഡ്. യെസ്, നിങ്ങൾക്കത് ഒരിക്കലും എന്താ പറയാ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റൂല. അത്രക്കും ബ്രില്യന്റ് സ്റ്റുഡൻസാ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ആയി എടുക്കണം ഞങ്ങൾക്ക്. നിങ്ങൾ പിന്നെ പറയണം. നിങ്ങളിപ്പോ പറയണ്ടല്ലോ ലാസ്റ്റ് ബാച്ചത്തെ കുട്ടികൾ അങ്ങനെ ആയിരുന്നു, ദേ ആർ ഗുഡ്, അങ്ങനെ. അതേപോലെ നിങ്ങൾ നെക്സ്റ്റ് ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആ ബാച്ചത്തെ സ്റ്റുഡൻസ് പൊളിയായിരുന്നു. ഒരു മോഡൽ ബാച്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അല്ലേ? അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ. As we wrap up today's class, I would like to thank you all for your active participation. Today we discussed the exercise on noun phrases and also worked on translating a Malayalam paragraph into English. Everyone participated really well. A special thanks to our job sir and to all of you for making this class so interactive. Have a great day ahead. Goodbye. Okay, once again, we will meet in the next class. Okay, bye. See you. Thank you, sir. 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 Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay, Vave. Thanks, Vave. Thank you.